തെരഞ്ഞെടുപ്പ് വിദഗ്ധനും കേരള സർവകലാശാല അധ്യാപകനുമായ ഡോക്ടർ പി അനിൽകുമാർ സാറാണ് ഒപ്പമുള്ളത്. സാർ, ഇന്നലെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ സാർ പറഞ്ഞത് UDF വിജയിക്കുമെന്നാണ്. അവിടെ അട്ടിമറിക്കുള്ള ഒരു സാധ്യതയും കാണുന്നില്ല എന്ന് സാർ വ്യക്തമാക്കിയിരുന്നു. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ PV അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വോട്ടെണ്ണിയാൽ ആര്യാടന് കഥ എഴുതാൻ പോകാം, സ്വരാജിന് സെക്രട്ടേറിയറ്റിലേക്ക് പോകാം, താൻ നിയമസഭയിലേക്ക് പോകുമെന്നാണ് PV അൻവർ പറഞ്ഞത്. അൻവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അൻവർ ഇത്തരത്തിൽ വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്? എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കുമെന്ന് പറയും, പക്ഷേ അൻവർ അവിടെ താൻ വിജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. സാർ, എന്തുകൊണ്ടാണ് അൻവറിന് ഒരു തരത്തിലുള്ള വിജയസാധ്യതയും ഇല്ല എന്ന് ഇന്നലെ മുതൽ പറയുന്നത്? അൻവർ നിയമസഭയിലേക്ക് പോകുമെന്നാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് അൻവറിന്റെ ഒരു അമിത ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിലും അമിത ആത്മവിശ്വാസത്തിന്റെ ബലത്തിലും പിന്നെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും പറഞ്ഞില്ലല്ലോ താൻ തോറ്റുപോകുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ അമിത ആത്മവിശ്വാസത്തിന്റെ ഒരു ഘടകം എന്നേ പറയാൻ കഴിയൂ. എന്തായാലും നിർണായകമായ ചില വോട്ടുകൾ അൻവർ പിടിക്കും. അത് ഇടതുപക്ഷത്തിനായിരിക്കും കൂടുതൽ തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. എന്തായാലും തെരഞ്ഞെടുപ്പ് ഇപ്പം അവസാനിച്ചിരിക്കും. നമുക്കതിന്റെ ഫലം വരുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ 2 തവണയും അൻവർ MLA ആയിരുന്നു. ഒരു പർട്ടിക്കുലർ വോട്ട് അൻവറിന് പോക്കറ്റിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വോട്ട് വഴിയാണ് അദ്ദേഹം ഇടതുപക്ഷത്തിൽ വിജയിച്ചു കയറിയത്. അല്ലെങ്കിൽ ഈ മണ്ഡലത്തിന്റെ പൊതുവേ ഉള്ളൊരു സ്വഭാവം പരിശോധിച്ചാൽ ഇതൊരു UDF മണ്ഡലമാണ്. 2 തവണ കുഞ്ഞാലിയും ഹംസയും ഒഴിച്ചാൽ മറ്റാരും അങ്ങനെ വിജയിച്ചു കയറിയ ഒരു സ്ഥലമല്ല. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ അവിടെ വിജയിച്ച് കയറിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ പ്രധാനമായും അൻവർ വിജയിച്ചു കയറാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം UDF-നെയോ LDF-നെയോ മാത്രം പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പോളറൈസേഷനാണ് ആ മണ്ഡലത്തിൽ നിൽക്കുന്നത്. ഒരു ട്രയാങ്കുലർ ഫൈറ്റ് എന്ന് പറയാൻ BJP-ക്ക് ഒരു ശക്തമായ ഫൈറ്റ് ഓഫർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവർക്ക് അവിടെ 3 മുതൽ 5% വരെയുള്ള വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യാണ്. ഒരു 8500 വോട്ടുകൾ ഇത്തവണയെങ്കിലും നിലനിർത്താനായാൽ ഭാഗ്യമെന്നേ പറയാൻ പറ്റൂ. എന്തായാലും BJP കഴിഞ്ഞ തവണത്തേക്കാൾ നില അവിടെ മെച്ചപ്പെടുത്തുന്ന ഒരു സ്ഥിതിയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഷൗക്കത്ത് കഥ എഴുതാൻ പോകും, അതുപോലെ തന്നെ സ്വരാജ് സെക്രട്ടേറിയറ്റിലേക്ക് പോകും, അൻവർ നിയമസഭയിലേക്ക് പോകും എന്നുള്ള ഈ പ്രസ്താവനയെ നമുക്ക് അത് കേൾക്കാൻ ഇമ്പമുള്ള ഒരു പ്രസ്താവന എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. തീർച്ചയായിട്ടും അവിടെ സ്വരാജിന് പ്രധാനപ്പെട്ട മത്സരം സ്വരാജും അതുപോലെ തന്നെ ഷൗക്കത്തും തമ്മിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അൻവർ ഒരു നിർണായകമായ ഘടകമാണ്. അൻവർ മാറ്റുന്ന വോട്ടുകൾ ആരുടെ വോട്ടുകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. കാരണം അൻവറിന്റെ വോട്ടുകൾ കൂടുകയും അത് UDF-ന് ദോഷം ചെയ്യുകയും ചെയ്താൽ മുസ്ലിം ലീഗും അതുപോലെ തന്നെ UDF-ഉം തമ്മിലുള്ള ബന്ധത്തിലൊക്കെ വളരെ കാര്യമായ ചർച്ചകൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇതിനോടകം തന്നെ പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വന്നിരുന്നു. പ്രത്യേകിച്ച് അൻവറിന് പാണക്കാട് കുടുംബവുമായും ഒക്കെയുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ്. ചില ഗ്രൂപ്പുകൾ അൻവറുമായിട്ട് അടുപ്പമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അൻവറിന് ഇത് ഗുണം ചെയ്യും എന്നുള്ള തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു റിസൾട്ട് വന്നാൽ അത് UDF-ഉം മുസ്ലിം ലീഗും തമ്മിലുള്ള അവരുടെ ഉറച്ച ബന്ധത്തിന് വിള്ളലുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാണക്കാട് കുടുംബമോ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ അവരുടെ ഭാഗത്തുള്ള ഏതെങ്കിലും അണികളോ അങ്ങനെ അൻവറിന് ശക്തമായൊരു പിന്തുണ കൊടുക്കാനുള്ള ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നില്ല. അവരൊക്കെ തമ്മിൽ സൗഹൃദം ഉണ്ടാകാം, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ UDF-ന്റെ പോക്കറ്റിലേക്ക് പോകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ 2 കാര്യങ്ങൾ മാത്രമല്ല. അൻവർ നേരത്തെ വിജയിച്ച് കയറിയ ആളാണ്. 2 പ്രാവശ്യം വിജയിച്ചതുകൊണ്ട് സ്വായത്തമാക്കിയ ചില വോട്ടുകൾ അവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്തായിട്ട് അൻവർ ഉയർത്തിയ ചില പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെയുള്ള അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾക്ക് അവിടെ ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് അൻവർ വിശ്വസിക്കുന്നത് താൻ വിജയിച്ച് കയറും എന്നൊക്കെ. പക്ഷേ അന്തിമമായ ഫലം വരുമ്പോൾ തീർച്ചയായും ഒരു കോൺഗ്രസും അതായത് UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സാർ, ഇതൊക്കെ പറയുമ്പോൾ തന്നെ അൻവർ സ്വരാജിനെ ജയിപ്പിക്കാൻ വോട്ട് മറിക്കുമെന്നൊക്കെ പരക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സാറും കണ്ടുകാണും അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ. ഷൗക്കത്ത് തോറ്റുകഴിഞ്ഞാൽ സതീശന്റെ പ്രഭാവം കുറയും, അൻവർ കുറച്ച് വോട്ടു പിടിക്കുകൂടി ചെയ്താൽ അതിട്ട് വിലപേശി UDF പ്രവേശനം സാധ്യമാക്കാൻ പറ്റും എന്നൊക്കെയാണ് ചില നിരീക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നത്. രാഷ്ട്രീയമായി അതിന് എത്രത്തോളം സാധ്യതയുണ്ട്? ഇനി അടുപ്പിക്കുമോ UDF-ലേക്ക് അൻവറിനെ?
ഇല്ല, അങ്ങനെ ഒരു സാധ്യതയുമില്ല. അൻവർ സ്വരാജിനെ ജയിപ്പിച്ച് യു ഡി എഫിൽ എത്താമെന്ന് കരുതണ്ട. കാരണം ആൾറെഡി സതീശൻ ശക്തമായൊരു നിലപാട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും കാരണവശാൽ സ്വരാജ് ജയിച്ചാൽ തീർച്ചയായിട്ടും പിണറായിക്കും മരുമോനുമെതിരായി ശക്തമായ ആരോപണം ഉന്നയിച്ച അൻവറിനെ അവിടെ കയറ്റുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. പക്ഷെ മറിച്ച് ഇനി യു ഡി എഫിനാണ് തിരിച്ചടി കിട്ടുന്നതെങ്കിൽ, അതായത് എൽ ഡി എഫിനാണ് തിരിച്ചടി കിട്ടുന്നതെങ്കിൽ ഒരുപക്ഷെ കുറച്ച് വോട്ടുകൾ അൻവറിന് സ്വായത്തമാക്കാൻ കഴിഞ്ഞാൽ പിന്നീട് സാവധാനമെങ്കിലും യു ഡി എഫിലേക്ക് വരാൻ അൻവറിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലവിൽ അങ്ങനെ വോട്ട് മറിച്ചുകൊണ്ട് ഒരു വിജയത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ യു ഡി എഫ് പ്രവേശനം സാധ്യമാകും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. സ്വരാജിനെ ജയിപ്പിച്ച് അങ്ങനെ ഒരു വിജയം സ്വായത്തമായാൽ സാവധാനം അദ്ദേഹത്തിന് അൻവർ പോയത് കൊണ്ടാണ് സ്വരാജ് ജയിച്ചത് എന്നുള്ളൊരു ഘടകം വെച്ച്, കാരണം അൻവറിന്റെ മുഴുവൻ ആരോപണവും പിണറായിക്കെതിരാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അൻവർ പറഞ്ഞ വാക്കുകൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതാകും എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ കാണുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹം കുറച്ച് വോട്ടുകൾ നേടുകയും യു ഡി എഫ് വിജയിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രവേശനം കുറെ കൂടി എളുപ്പമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സാറേ, ഈ മുസ്ലിം ലീഗും പാണക്കാട്ട് കുടുംബവും അൻവറിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ചെറിയ സ്വരച്ചേർച്ചകളൊക്കെ മാറ്റിവെച്ച്, പക്ഷേ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരെല്ലാം ഒറ്റക്കെട്ടായി തന്നെയാണ് കോൺഗ്രസിനൊപ്പം നിലകൊണ്ടത്. എങ്കിലും ലീഗ് അണികളുടെ വോട്ട് മറിഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അൻവറിന്? ഓക്കെ ജമീഷേ, ഒരു കാരണവശാലും നമുക്കറിയാം പാണക്കാട് കുടുംബവും അൻവർ സന്ദർശനം നടത്തുന്നു. അതുപോലെ തന്നെ ചില ലീഗിന്റെ നേതാക്കളൊക്കെ വളരെ മൃദുലമായ ചില പ്രസ്താവനകൾ അൻവറിന് അനുകൂലമായിട്ട് നടത്തുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. കാരണം പല ഘടകകക്ഷികളും നേട്ടം ഉണ്ടാക്കിയപ്പോൾ, പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകൾ നേട്ടം ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ ആ ഘടകകക്ഷികളുടെ ഒരു നേട്ടമായിട്ടാണ് എടുത്തു പറയപ്പെടുന്നത്. ഇവിടെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പ്രത്യേകിച്ച് ലീഗിന് സ്വാധീനമുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ഇവിടെ ഏതെങ്കിലും കാരണവശാൽ ശക്തമായൊരു പിന്തുണ നൽകാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, യു ഡി എഫിന് വോട്ട് കുറഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യ ആരോപണം പോകുന്നത് ലീഗിലേക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് ലീഗും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ സൃഷ്ടിക്കും. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമായിരിക്കില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനേക്കാൾ ലീഗിന് മുഖ്യമാണ്. അവരെന്ത് വില കൊടുത്തും ശക്തമായ തരത്തിൽ അവരിപ്പോൾ തന്നെ ശക്തമായ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. അതുവഴി അവർ തീർച്ചയായിട്ടും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ പരിശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അൻവറിന്റെയും പാണക്കാട് കുടുംബവുമായിട്ടുള്ള ബന്ധവും ലീഗ് ബന്ധവും ഒക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും വോട്ടുകൾ അതൊന്നും മറിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പലരും അങ്ങനെ ധാരണ പുലർത്തുന്നുണ്ട്, അതിന് സാധ്യതയില്ല. യു ഡി എഫും അതുപോലെ തന്നെ ലീഗും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു മികച്ച വിജയം ഉണ്ടാക്കി ഒരുപക്ഷെ പിന്നീട് ലീഗ് സമ്മർദ്ദം ചെലുത്തി അൻവറിനെ പാർട്ടിയിലേക്ക് യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ നിലവിൽ അത് വോട്ടായി അനുകൂലമായി ലീഗിന് ഒരുപക്ഷെ ചെറിയൊരു ശതമാനം വോട്ട് പോയേക്കാം, അത് വ്യക്തിബന്ധങ്ങളുടെ ഒക്കെ പേരിൽ. കാരണം ലീഗ് അവിടെ പലരുമായിട്ടും അടുത്ത 2 വർഷം രണ്ട് പ്രാവശ്യം MLA ആയിരുന്ന, 2 ടൈമിൽ MLA ആയിരുന്ന അൻവറിനെ സംബന്ധിച്ചിടത്തോളം പല പേഴ്സണൽ വോട്ടുകളും അവിടെ ഉണ്ടാകും. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടും. അതിനപ്പുറത്തേക്ക് ഒരു പാർട്ടിപരമായി സ്വാധീനം ചെലുത്തി കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഈ തെരഞ്ഞെടുപ്പിൽ അൻവറിൽ കാണുന്നില്ല. അത് തീർച്ചയായിട്ടും യു ഡി എഫിനും ലീഗും കെട്ടുറപ്പോടു കൂടി തന്നെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ ജീവൻ മരണ പോരാട്ടത്തിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർക്ക് നേട്ടമുണ്ടാക്കാനാകൂ എന്നറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വോട്ടുമറിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് കരുതുന്നത്. സാർ, നിലമ്പൂരിൽ മത്സരിച്ചേക്കില്ല എന്ന് ആദ്യഘട്ടത്തിൽ സൂചന നൽകിയ BJP അവസാന ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. BJP എത്രത്തോളം വോട്ട് പിടിച്ചിട്ടുണ്ടാകും? ഈ ചോദ്യം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം പലരും ഇപ്പോൾ BJP അവിടെ ഒരു ശക്തമായ സാന്നിധ്യമായി കാണുന്നതേയില്ല, അല്ലെങ്കിൽ BJP സാന്നിധ്യമായി കാണുന്നില്ല എന്ന് ഞാൻ പറയാം, ഒരു ഘടകമായി കാണുന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ വോട്ടിംഗ് ശതമാനമൊക്കെ പരിശോധിച്ചാൽ ചില സമയത്ത് 4 അവസാനം കിട്ടിയത് 4.96% അശോക് കുമാറിന് വോട്ട് കിട്ടിയത്. ഏതാണ്ട് 8500 വോട്ടുകളാണ് കിട്ടിയത്. എന്നാൽ 2016 നിന്ന സ്ഥാനാർത്ഥി ഏതാണ്ട് 12284 വോട്ട് ഗിരീഷ് മെക്കാട്ട് പിടിച്ചിട്ടുണ്ട്, BJPയുടെ സ്ഥാനാർത്ഥി. അതായത് മൊത്തം വോട്ടിന്റെ ഏതാണ്ട് 7.56% വരും. എന്നാൽ അതിന് പിന്നിലേക്ക് പോയ 2011 പോയി കഴിഞ്ഞാൽ അത്രത്തോളം വോട്ട് അവിടെ KC വേലായുധൻ പിടിച്ചത് ഏതാണ്ട് 4425 വോട്ടാണ്. അത് ഏതാണ്ട് 3.2%, 2.5% മൊത്തം വോട്ടിന്റെ. അപ്പോൾ അത് കാണിക്കുന്നത് BJP ഈ 2016 ഗിരീഷ് മെക്കാട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അല്പം വോട്ട്, ഒരു 12284 വോട്ട് അഥവാ 7.56% വോട്ട് മേടിക്കാനുള്ള
ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം BDJS-ന്റെ കൂടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ അല്ലാതെ BJP സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് നിർത്തിയ സന്ദർഭങ്ങളിൽ ഒരു 3.5% മുതൽ ഒരു 4.5% അപ്പുറം വോട്ട് കടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇത്തവണ എടുത്തു പറയത്തക്ക അവിടെ ഒരു സ്ഥാനാർത്ഥിയുടെ മികവോ അല്ലെങ്കിൽ ഏതെങ്കിലും അവിടെ ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകളൊക്കെ അവർ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും അതൊക്കെ BJP കോട്ടകളിൽ വലിയ മാറ്റം വരുത്തുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ BJPക്ക് വലിയ ഒരു നേരത്തെ കിട്ടിയ വോട്ട് നിലനിർത്താനായാൽ ഭാഗ്യം എന്നേ പറയാൻ കഴിയൂ. അതിലേക്ക് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ചിലർ കരുതുന്നു. എന്തായാലും 4 മുതൽ 5% വരെ വോട്ട് ഞാൻ BJPക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ 4.96% വോട്ട് കിട്ടിയതാണ്, 5%-നടുത്ത് കിട്ടിയതാണ്. ഇത്തവണ അതുകൊണ്ട് 4%-നും 5%-നും ഒരൽപ്പം താഴേക്ക് പോകാം, ചിലപ്പോൾ ഒരൽപ്പം വ്യത്യാസം അങ്ങോട്ടേക്ക് വരാം. ആ ഒരു 4.5% എന്ന് തന്നെയാണ് കരുതുന്നത്. UDF-നാകട്ടെ ഇത്തവണ ഒരു 47%, 50% വോട്ട്, 47-നും 50%-നും ഇടയ്ക്ക് വോട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. LDF-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ കിട്ടിയ 45%-ലധികമുള്ള വോട്ടുകൾ അത് ഇത്തവണ നിലനിർത്താനാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം ഇരു മുന്നണികളോടും പല ആരോപണങ്ങളും വരികയാണ്. ഇരു മുന്നണികളോടും പ്രബലമായ മുന്നണികൾ കൂടാതെ അൻവർ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും UDF-നെ വിജയിപ്പിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി UDF-ന്റെ പക്കലുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ പക്ഷത്തുണ്ട്. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അല്ലാതുള്ള വോട്ടുകൾ അദ്ദേഹം കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ BDJS-ലൊക്കെ നേരത്തെ അവർ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ ഇത്തവണ പൂർണ്ണമായും അങ്ങനെ പോകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരള കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ BJP മണ്ഡലത്തിൽ ഇത്തവണ BJPക്ക് സ്വാധീനം വേറെ ഉള്ളൊരു മണ്ഡലമല്ല. പ്രചരണ രംഗത്തും മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ BJP കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ടുകൾ തന്നെ നിലനിർത്താൻ കഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 മുതൽ 5% വരെ അതിൽ താഴേക്കോ പോകാനേ സാധ്യതയുള്ളൂ. 5%-ന് മുകളിലേക്ക് BJP ഇത്തവണ വോട്ട് പിടിക്കാനുള്ള സാധ്യത മണ്ഡലത്തിൽ തീരെയില്ല എന്ന് വേണം കരുതുവാൻ. സാർ, ഒരു കാര്യം കൂടി. സാർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു UDF-നാണ് നിലമ്പൂരിൽ വിജയസാധ്യത കൂടുതലെന്ന്. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? എന്താണ് UDF-ന് ഇത്രയും വലിയ സാധ്യത കൽപ്പിക്കാനുള്ള കാരണം? UDF-ന് തന്നെയാണ് വിജയസാധ്യത എന്ന് ഉറപ്പിച്ച് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഭരണവിരുദ്ധ തരംഗം തന്നെയാണ്. LDF-ന് എതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ പ്രകടമാണ് എന്ന് പല വ്യക്തികളോടും സംവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മികച്ച സ്ഥാനാർത്ഥിയാണ് സ്വരാജ് എങ്കിലും ഷൗക്കത്തിൻ്റെ ഇമേജിനും തിളക്കത്തിനും ഒട്ടും കുറവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ മികവെടുത്ത് പരിശോധിച്ചാലും ഏതാണ്ട് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം പോകുന്ന ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. മറിച്ച് അൻവറിൻ്റെ കാര്യത്തിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, അൻവർ പറയുന്നത് വിശ്വാസത്തിലെടുക്കുന്ന ജനങ്ങളെ എടുത്ത് നോക്കിയാൽ ഏതാണ്ട് 50%-ഓളം ജനങ്ങളും അല്ലെങ്കിൽ പലരെയും ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ അവരുള്ള ഒരു 50% ആളുകളും പറയുന്നത് അതിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് മണ്ഡലത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം വളരെ പ്രകടമായിട്ടുണ്ട്. അൻവർ കുറച്ച് വോട്ട് മാറ്റുന്നുണ്ട്. ആ വോട്ടുകൾ നേരത്തെ LDF-ന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളാണ്. BJP-യിൽ നിന്ന് നഷ്ടമായേക്കാവുന്ന ഏതെങ്കിലും വോട്ടുകൾ ഉണ്ടെങ്കിൽ ആ വോട്ടുകളും അവസാനം ചെന്ന് വീഴാൻ സാധ്യതയുള്ളത് UDF-ന്റെ പെട്ടിയിലാണ് ഇത്തവണ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഉറപ്പാണ്, ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിന്റെ സമരം, അതുപോലെ തന്നെ പെൻഷൻ സ്കീം, പെൻഷൻ പലർക്കും താമസിച്ച് കിട്ടുന്നു, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ജനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ തീർച്ചയായും നേട്ടം UDF-നാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ഇനി മറുവശം കൂടി നോക്കൂ, UDF-ന്റെ ഭാഗത്ത് കെട്ടുറപ്പുള്ള ഒരു മത്സരമാണ് അവർ, ഒരു ഒന്നിച്ചുള്ള പ്രചരണമാണ് അവർ കാഴ്ചവെച്ചത്. അവർ മുസ്ലിം ലീഗും കോൺഗ്രസും ജീവൻ മരണ പോരാട്ടമായി എടുത്തുകൊണ്ട് നല്ല ചെറുപ്പക്കാരെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറക്കി ശക്തമായ പ്രചരണമാണ് നടത്തിയത്. ഒട്ടും കുറവില്ല പ്രചരണത്തിലും അവർ. ഞാൻ പറയാൻ കാരണം VD സതീശൻ തുടക്കം മുതൽ ശക്തമായൊരു നിലപാട് അൻവറിനെതിരെ എടുക്കുകയും പ്രധാനപ്പെട്ട ചെറുപ്പക്കാരെ മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മൻ മുതൽ അതുപോലെ തന്നെ ബൽറാം, അതുപോലെ വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, ഇങ്ങനെയുള്ളവരുടെ ഒരു ശക്തമായ നിര നമുക്ക് ആ മണ്ഡലത്തിൽ കാണാനായിട്ട് കഴിയും. ഇത് തീർച്ചയായിട്ടും അവർക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പലപ്പോഴും നേതാക്കന്മാരുടെ നാക്കുപിഴ എന്ന് പറയുന്നത്, ഇപ്പോൾ സുധാകരനെ പോലെയുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള വീഴ്ചകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പത്രപ്രവർത്തകർ ചിലപ്പോൾ
കൊടുക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷിനെ കൊടുക്കിയില്ലേ RSSന്റെ ചോദ്യം ചോദിച്ചു, അതുപോലെ. അപ്പൊ ആഭരണ നാവുപിഴ പാർട്ടിക്ക് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അവർ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വിജയത്തിന് കാരണമായി മാറും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആന്റി ഇൻകംബൻസി ഫാക്ടറും UDFന്റെയും ലീഗിന്റെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും ചെറുപ്പക്കാരുടെ ക്യാമ്പയിനിങ്ങും എല്ലാം കൊണ്ട് തന്നെ ഇത്തവണ മുൻതൂക്കം UDFനാണെന്ന് ഉറപ്പിച്ച് പറയുവാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. താങ്ക് യു.